ചാമൽ ഗോൾഡ് സിൽവർ ഇവര് അരി മൊത്തം എല്ലാം ഇവിടെ ഇട്ടാ അരി സ്വർണം പൈസ ഒരുപാട് പൈസ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കാരണം ये भी कभी बनता है यहाँ 2-3 दिन में बनता रहता है 1.25 लाख रुपए इसमें खर्चा आता है इतना बनाने में നമുക്ക് പച്ച ഒരു ഷോള് തൊപ്പിൽ കെട്ടിയിരിക്കുകയാണ് तमाम टीम को मैं 3 जुलाई 3 अगस्त से मैं टच में हूँ कल नसीराबाद भी था मेरी गाड़ी फोटो भी लगी थी भाई के साथ നമ്മൾ ദർഗാ ഷെരീഫ് സന്ദർശിക്കാൻ പോകാണ് നമ്മൾ പുറത്താണുള്ളത് അകത്തോട്ട് വീഡിയോഗ്രാഫി അലോടില്ല ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിയുന്നത്ര കാഴ്ച നിങ്ങൾക്ക് കാണാം അപ്പോൾ അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് അജ്മീറിലേക്ക് പോവുകയാണ് അജ്മീർ സ്ട്രീറ്റിലാണുള്ളത് അപ്പോൾ അജ്മീർ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സന്ദർശിക്കാൻ പോയാണ് ഏതൊരു ഇന്ത്യക്കാരന് വരാൻ ആഗ്രഹിക്കുന്നു ഏതൊരു സഞ്ചാരി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ അടിപൊളി സ്ഥലമാണ് അജ്മീർ ദർഗ ഒരു ദർഗയിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് ഏറ്റവും വലിയ അല്ലേ ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ ദർഗ ഒരു സ്ഥലം കൂടിയാണ് രാജസ്ഥാനിലുള്ളത് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളെയും വിശേഷങ്ങളെയും ഷിയാബായിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഷിയാബായി ഇന്ന് റെസ്റ്റിലാണ് ഷിയാബായി യാത്ര തുടങ്ങിയിട്ട് 75 ദിവസമായി അല്ലേ 75ാമത്തെ ദിവസമാണ് അതുമല്ല ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് കേട്ടോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 ദിവസം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ വളരെ സന്തോഷത്തിലാണ് നമ്മൾ അജ്മീർ സ്ട്രീറ്റിലാണുള്ളത് കേട്ടോ നമ്മൾ ഗേറ്റ് നമ്പർ 5 പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊന്നിച്ച് വന്ന യൂട്യൂബേഴ്സൊക്കെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അല്ലടാ നമ്മൾ കുറേ കാലത്തിന് ശേഷം കുറേ ദിവസത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ അജ്മീർ ദർഗയിൽ അതെ നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ വിചാരിച്ചതാണ് അജ്മീർ ദർഗ എന്തായാലും സന്ദർശിക്കും അതെ അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് നമുക്ക് എന്തായാലും നമ്മൾ അജ്മീർ ദർഗ പോയിട്ട് അവിടെയുള്ള അടിപൊളി കാഴ്ചകളൊക്കെ മാഷാ അല്ലാഹ് ഇതാ കുറച്ച് പയ്യന്മാരൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഇതാ ദർഗ സന്ദർശിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ദർഗയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ സ്ട്രീറ്റാണ് ഒരുപാട് കടകളുണ്ട് കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ ഇപ്പൊ അത്ര റെസ്റ്റ് ഇല്ല അല്ലടാ റെസ്റ്റ് കുറവാണ് രാവിലെ തന്നെ കൊണ്ട് കുറവാണ് ഇപ്പൊ ഏകദേശം സമയം 10 മണി ആഗസ്റ്റ് 15 അതെ 10:15 10:15 സമയം അപ്പോൾ അധികം റെസ്റ്റ് കാണുന്നില്ല മുമ്പിലോട്ട് പോയിട്ടാകുമ്പോൾ റഷ് കാണായിരിക്കും അല്ലേ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ അടിപൊളി സ്ട്രീറ്റാണ് ഇടുങ്ങിയ സ്ട്രീറ്റാണ് കേട്ടോ നമ്മള് സ്ട്രീറ്റ് കേരളത്തിലുള്ള ആൾക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ് അതെ ശരിയാണ് പുതിയ പുതിയ കാഴ്ചകൾ പുതിയ പുതിയ ആൾക്കാർ അതെ കാണാതെ ആൾക്കാരൊക്കെ ഇതൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ടാവും പക്ഷെ വീഡിയോ എടുത്തിട്ട് നടക്കല് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ഇത് കുഞ്ഞു റിക്ഷയാണ്ടാ ഇവിടുത്തെ റിക്ഷയാണ് കേട്ടോ ചെറിയ റിക്ഷയാണ് ഒരുപാട് ആൾക്കാർ പിടിക്കുന്നല്ലേ നമ്മുടെ നാട്ടിൽ വരെ 4 ആൾക്കാരല്ല റിക്ഷയിൽ പോകുന്നട്ടാ ഇവിടെ 10-15 ആൾക്കാരാ വേറെ വണ്ടിയൊന്നും പോകേണ്ടില്ല അതും കാര്യമാണ് നമ്മളെ ബൈക്കില്ലേ ഒരു കിലോമീറ്റർ ഉണ്ടാവില്ലേ 1 കിലോമീറ്റർ അപ്പുറം പാർക്ക് ചെയ്തിട്ട് വന്നത് കാരണം ഒന്ന് നടന്ന് സ്ട്രീറ്റ് ഒന്ന് ഡിസ്കവർ ചെയ്യാന്ന് വിചാരിച്ചു ഇതിവിടെ ഒരു നമ്മളിതാ മട്ടൻ കടിയാണ് കേട്ടോ ബായിയുടെ മട്ടൻ കടിയാണ് സ്ട്രീറ്റിലെ കാഴ്ചയാണ് കേട്ടോ ഒരുപാട് കടകളുണ്ട് കുഞ്ഞു കടകളുണ്ട് ഫുട്വെയർ ഷോപ്പ് നിങ്ങൾക്ക് ചെരുപ്പ് വേണ്ടേ അസ്ലമ അസ്ലമിന് ചെരുപ്പ് എനിക്കും ഒരു ചെരുപ്പ് വാങ്ങിക്കണം കേട്ടോ ചെരുപ്പ് പൊട്ടിപ്പോയി സീഡ്സ് കടയാണ് കേട്ടോ കുഞ്ഞു പെട്ടിക്കടയെല്ലാം ഉണ്ട് അടിപൊളി മുമ്പിലുള്ള കാഴ്ച ഉണ്ട് ആൽമര കണ്ട നിങ്ങള് മാഷാ അല്ലാഹ് ആൽമരം ഇതാ വലിയ ആൽമരാണ് കേട്ടാ ഇത് മുറിക്കാണ്ട് തന്നെ ഇങ്ങനെ സംരക്ഷിക്ക വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ചെറിയൊരു മന്ദിരാണ് കേട്ടോ അത് പോകുന്ന വഴിക്ക് അല്ലേ ഒരു ഉമ്മൂമ്മ പാട്ട് പാടുന്നുണ്ട് കേട്ടോ ഒരു सारा उजाला मेरा नदी का दाए हले माँ के गोद में मेरा नदी दाए हले माँ के गोद में मेरा नदी सारा फरेश्ते सारा ദർഗയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ.
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഖാജ ഷരീഫിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു തമിഴ്നാട് ഹൗസ് അടിപൊളിയല്ലേ? ചെറുതായിട്ടുണ്ടല്ലേ, ഇടുങ്ങി വരുന്നുണ്ട്. അതെ അതെ. പോകുന്ന വഴിക്കൊക്കെ ചെറിയ കുഞ്ഞു കടകളാണ് കേട്ടോ കച്ചവടത്തിൽ അല്ലേ? നമ്മൾ കാണിക്കതാ. വളകളുടെ ഷോപ്പുണ്ട്, സ്വർണ്ണക്കടയുണ്ട്, അടിപൊളി. ഇപ്പൊ റഷ് കൂടിക്കൊണ്ടിരുന്നുണ്ടല്ലോ, നേരത്തെ റഷ് ഉണ്ടായിട്ടേ ഇപ്പൊ നമ്മള് അടുത്തോണ്ട് വരുന്നതാണ്, ദർഗയിലോട്ട് അടുത്തോണ്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ആൾക്കാരും കൂടി വരുന്നുണ്ട്. വേറെ തന്നെ ഒരു അനുഭവം തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. സലാം, മലയാളിയാ? ഇപ്പൊ എത്തിയാള്. എന്റെ സിദ്ദീഖ്, നമ്മള് കാസർഗോഡ്. മാഷാ അല്ലാ. ഇത് എവിടെയാ നാട്ടില്? അജ്മീർ. മലയാളം കുറച്ച് അറിയില്ല. നമ്മള് ഒരു ഇക്ക കണ്ടേട്ടാ, നമ്മള് മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ടിട്ട് വിളിച്ചതാണ്. നാട്ടിലെവിടെയാ? മലപ്പുറത്ത് എവിടെയാ? മലപ്പുറത്ത് മക്കാരപ്പറമ്പിലുള്ള മാഷാ അല്ലാ. പേരിക്കാന്റെ മുഹമ്മദ് മുസ്തഫ നാട്ടിൽ തന്നെയാണ്. അടുത്ത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ കുറെ വർഷമായിരിക്കാം അജ്മീറില്. 4 മാസമേ ഉള്ളൂ. അപ്പൊ മുമ്പ് നാട്ടിലായിരുന്നു. ചായ കുടിക്കാൻ. അപ്പൊ നിങ്ങള് ഇവിടെ ഈ കടയിലെ ജോലി ചെയ്യുന്നത്? ഹൗസിലായിരുന്നു ജോലി. ശമ്പളത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ നമ്മള് ബായ് ചായ തന്നിട്ടുണ്ട്. എന്നാടാ ചായ? അസ്സലാം. ചായ കുടിച്ചോ? കട്ടിങ്. നമ്മളെ ഇക്ക വർക്ക് ചെയ്യുന്ന ചായക്കടയാണ് കേട്ടോ. ചെറിയൊരു ടീ സ്റ്റോളാണ്, ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അജ്മീർ ദർഗയുടെ ഗേറ്റ് നമ്പർ 5 എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതിലേ കൂടിയിട്ടാണ് അകത്തോട്ട് കയറുന്നത്. നമ്മളൊന്നിച്ചുള്ളവരെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവർ മുമ്പേ അകത്ത് പോയിട്ടുണ്ട്. ഞാനും അസ്ലവും മാത്രമാണ് ബാക്കി. ഇപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം, ദർഗയുടെ അകത്തോട്ട് കയറാം. നമ്മളിപ്പോൾ 2-ാം നമ്പർ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5-ാം നമ്പർ ഗേറ്റിലേക്ക് പോകുമ്പോഴേക്ക് സാധനം വെക്കാൻ അവിടെ നമ്മളെ ബാഗൊന്നും അലൗഡ് ഇല്ല കേട്ടോ. അകത്തോട്ട് ബാഗൊന്നും അലൗഡ് ഇല്ല. അപ്പോൾ നമ്മൾ 2-ാം നമ്പർ ഗേറ്റിൽ അല്ലേ? ഗേറ്റ് 2-ാം നമ്പർ ഗേറ്റ്. അതിന്റെ മുമ്പിൽ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ ബാഗൊക്കെ വെക്കുന്നത്. ഖാജ ഗരീബ് നവാസ് ഗസ്റ്റ് ഹൗസ് കോംപ്ലക്സ്. അപ്പോൾ അസ്ലം എന്താ പറയുന്നത്, നമ്മൾ ബാഗ് വെക്കാൻ അപ്പോൾ അജ്മീർ ദർഗാ ഷരീഫിലേക്ക് വരുന്നവർക്ക് ബാഗ് അകത്തോട്ട് കടത്തി വിടുന്നില്ല കേട്ടോ. ബാഗ് ഇവിടെ ഗസ്റ്റ് ഹൗസിന്റെ വെക്കാൻ വേണ്ടിയിട്ട് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഗേറ്റിന്റെ ഉള്ളിലേക്ക് കൂടി കടന്നു. 2-ാം നമ്പർ ഗേറ്റിന്റെ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഇതിലെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ 2-ാം നമ്പർ ഗേറ്റിലൂടെ ഇപ്പോൾ അകത്തോട്ട് കയറാൻ പോവാണ് അല്ലേ അസ്ലം? റഷ് ഉണ്ടല്ലോ അല്ലേ? റഷ്, നല്ല റഷ്, ഒന്നും പറയണ്ട. മൊത്തം ആൾക്കാരെ നിറഞ്ഞിട്ടൊക്കെ. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇല്ലല്ലേ? നമ്മുടെ അജ്മീർ ദർഗാ ഷരീഫിന്റെ അകത്താണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. ദർഗയുടെ അകത്ത് നമ്മൾ കയറിയിരിക്കുകയാണ്. बुलंद दरवाजा, दरबार का बुलंद दरवाजा, बड़ा गेट। माशाल्लाह। बादशाह अलाउद्दीन खिलजी, दौलत बादशाह अलाउद्दीन खिलजी। ये बड़ा वाला पहले दरवाजा है ना? नहीं, थर्ड गेट है। थर्ड गेट है। ये रहा सेकंड गेट, शाहजहानी गेट, बादशाह शाहजहां का बनाया हुआ। मेन गेट निजाम हैदराबाद, मेन गेट अकबरी मस्जिद, बादशाह अकबर।
ഇത് അക്ബർ മസ്ജിദാണ് കേട്ടോ. അക്ബർ മസ്ജിദാണ്. ഇതാണ് ഗേറ്റ് കേട്ടോ. നമ്മൾ അജ്മീർ ഷെരീഫിലേക്ക് പോകുന്ന ഗേറ്റാണ്. ഒരുപാട് ക്രൗഡഡ് ആണ്. अस्सलामुअलैकुम। दरबार हजरत ख्वाजा मोइनुद्दीन हसन चिश्ती संजरी अजमेर शरीफ हुजूर गरीब नवाज के नाम से फेमस है, वर्ल्ड के अंदर दरबारी है। जितने भी लोग यहाँ पे आते हैं दरबार शरीफ में सबके लिए दुआ की जाती है, सबके परिवार के लिए दुआ की जाती है, मुल्क के लिए दुआ की जाती है, देश में सुख शांति के लिए दुआ की जाती है। हिंदू मुसलमान सिख ईसाई सभी दरबार में आते हैं, सबके लिए दुआ होती है। धर्म जाति का कोई काम नहीं है यहाँ पर। हुजूर गरीब नवाज की बारगाह में इंसानियत का काम है। इंसानियत का पैगाम आपने पहुँचाया, कोई रास्ते पे हम लोग चलना वही हम करते हैं। जितने धर्म के लोग आ रहे देखो सब धर्म के सबके लिए दुआ करते हैं। गरीब नवाज जो भी जो दुआ लेकर आया उसको कबूल करे, जिसकी जो परेशानी उसकी दूर करे, सब धर्म में मोहब्बत इत्तेफाक अता फरमावे, मुल्क में अमान रखे, शांति रखे, देश की तरक्की हो इंशाअल्लाह रहमान। आप भी आओ, जो भी दुआएं लेके गरीब नवाज में दुआ करेंगे। ख्वाजा साहब आपकी भी दुआ कबूल करे। അജ്മീരത്തെ ഏറ്റവും വലിയ ചെമ്പാണ് കേട്ടോ. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ചെമ്പാണ്. നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ. सबको ले जाओ, देख पे ले जाओ. ഇത് അടുപ്പാണ് കേട്ടോ. ഇത് ഏറ്റവും വലിയ ചട്ടിയാണ്. ഇവിടെ ഒരുപാട് വിറകൊക്കെ വെച്ചിട്ടുണ്ട്. ये कंजी 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 बनता है, देग है छोटा देग, बाबा का न्याज बनता है, लंगर बनता है इसमें। ഇവിടെ പൈസ ഇടുകയാണ് കേട്ടോ. ഒരുപാട് നേർച്ച. चावल गोल्ड सिल्वर ഇവര് അരി മൊത്തം എല്ലാം ഇവിടെ കേട്ടോ. അരി, സ്വർണം, പൈസ, ഒരുപാട് പൈസ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. കാരണം ये भी कभी बनता है? यह 2-3 दिन में बनता रहता है। 1.25 लाख रुपए इसमें खर्चा आता है क्या बनाने में। हजारों लोग तबरू खाते हैं, हिंदू मुसलमान सब लोग। स्वीट राइस बनता है। ഇത് മധുരക്കഞ്ഞി ഉണ്ടാക്കുന്ന ചട്ടിയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. പൈസ ഇടുന്നുണ്ട്, കഞ്ഞി ചാവൽ ഇടുന്നുണ്ട്. സിഖ് സഹോദരന്മാർ കാണാം നമ്മളെ ഇവിടെ. ഇവിടെ കബറാണ് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞ് കബറുകൾ കാണാം. ഇതാ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ മാഷാ അല്ലാ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ. അടിപൊളിയല്ലേ മാഷാ അല്ലാ. നമ്മളെ ഭയ്യ നാം ആപ്കാ सैयद विलायत हुसैन चिश्ती മാഷാ അല്ലാ. खादिम हुजूर गरीब नवाज। ഇവര് നമുക്ക് പച്ച ഒരു ഷോള് തൊപ്പിയിൽ കെട്ടിയിരിക്കുകയാണ്. भाई की तमाम टीम को मैं 3 जुलाई 3 अगस्त से मैं टच में हूँ। मैं कल नसीराबाद भी था, मेरी गाड़ी प्रोटोकॉल में भी लगी थी भाई के साथ, उनकी होटल में भी था। मैं सारी पब्लिक को भी निकाला मैंने बाहर, क्योंकि उनको तकलीफ नहीं हो। होटल वाले ने बोला भैया आपकी बात मानेंगे। मैंने ठीक है, हम रिक्वेस्ट करते हैं, और उनसे रिक्वेस्ट किया, उन्होंने बात माना। इंशाअल्लाह ताला गरीब नवाज की बारगाह में आज उनको हाजिरी भी कराएंगे। നമുക്കിത് പച്ച ഷോളൊക്കെ കെട്ടിയിട്ടുണ്ട് ഭായി. അപ്പോൾ നമ്മൾ ദർഗാ ഷെരീഫ് സന്ദർശിക്കാൻ പോകാൻ കേട്ടോ. നമ്മൾ പുറത്താണുള്ളത്. അകത്തോട്ട് വീഡിയോഗ്രാഫി അലോഡില്ല. ഇൻഷാല്ലാ നമ്മൾ കഴിയുന്നത്ര കാഴ്ച നിങ്ങൾക്ക് കാണിക്കാം. ദർഗാ ഷെരീഫിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടീംസൊക്കെ ഇതാ പച്ച ഷോൾ അടിഞ്ഞിട്ടുണ്ട്. അടിപൊളിയല്ലേ മാഷാല്ലാ മാഷാല്ലാ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പോലും ഇവിടെ വരും പ്രതീക്ഷിക്കില്ല. നമുക്കിത് ഇവിടെ വരാനുള്ള ചാൻസ് കിട്ടിയത് അൽഹംദുലില്ലാ നമ്മൾ ഷിയാബ് ഖാൻ്റെ കൂടെ വന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാണ്. എന്താ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് കേട്ടോ അജ്മീരിലേക്ക്. ഒരുപാട് സന്തോഷം. ഒരുപാട് മനസ്സോടെ അജ്മീറിൽ വരണം. ഷിയാബായി കാരണമായി शिहाब भाई को, टीम को, ख्वाजा साहब खूब कामयाब करो गरीब नवाज। ये बहुत सारे लोगों को मैं 15 दिन से देख रहा हूँ। अब धीरे धीरे पता चल रहा है कि माशाल्लाह शिहाब भाई के लॉट्स ऑफ पीपल फॉर खिदमत। तो मैं सोच रहा था सिर्फ 10 लोग हैं। उदयपुर भी है, केरल भी है हमारा, और जोधपुर भी है, और गुजरात का पब्लिक भी लगा हुआ है। तो मैं दुआ करता हूँ गरीब नवाज में इमाम अली मुकाम अल्लाह हुजूर अहले बैत के सदक़े में अल्लाह ताला शिहाब भाई की हर मुश्किल आसान करे। और शिहाब भाई के साथ जितने भी लोग खिदमत कर रहे हैं, चल रहे हैं, बाय वॉक कर रहे हैं, जो भी कर रहे हैं इंतज़ाम, अल्लाह ताला कबूल फरमाए और खूब कामयाबी अता करे। अल्लाह हुजूर अहले बैत के सदक़े में अल्लाह ताला हर बंदे की मुश्किल आसान फरमाए। जो बीमार है उसको शिफा अता फरमाए। कोई भी धर्म मज़हब का हो, हमारा हिंदुस्तान अमन व अमान रहे। हमारे हिंदुस्तान के तमाम लोगों की जान व माल की हिफाजत फरमाए। ऐसी हम दुआ करते हैं। अल्लाह हाफिज़। നമ്മളിതാ അജ്മീർ ദർഗാ ഷെരീഫിലേക്ക് പോവുകയാണ് കേട്ടോ. भीलवाड़ा से पैदल चल रहा था शिहाब भाई के साथ। മാഷാ അല്ലാ. ഇവര് ഷിയാബ് ഭായിനെ ഒന്നിച്ചിട്ട് ബിൽവാഡ് എന്ന സ്ഥലത്ത് നിന്ന്
നടന്നു अभी इधर है कहाँ तक जाएगा अभी बस यहाँ अजमेर लास्ट। अजमेर माशाल्लाह ओके कैसे लगा आपको बहुत अच्छा लगा और दिल की तमन्ना है कि सियाब भाई की जो भी रास्ते में परेशानी तकलीफ है अल्लाह ताला उनको कम करे और उसके सदक़े में हमें भी हज नसीब कराए। ആമീൻ ആമീൻ അപ്പോൾ നമ്മൾ ദർഗ ഷരീഫിലോട്ട് കയറാൻ പോകണം അല്ലേ അലോടില്ല പറ്റുമെങ്കിൽ കാണിക്കട്ടാ. അപ്പോൾ നമ്മൾ ദർഗൻ്റെ അകത്തോട്ട് പോകാം കേട്ടോ. അൽഹംദുലില്ലാ മഴ വന്നിട്ട് വെള്ളം ഒക്കെ കെട്ടി കിടക്കുന്നു കേട്ടോ. നമ്മൾ അജ്മീർ ദർഗൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ പൂക്കട കാണാം കേട്ടോ. ഒരുപാട് പൂക്കൾ ഇതിപ്പോൾ ദർഗയിലോട്ട് പൂക്കൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ മാഷാഅല്ലാഹ് ദർഗ ഗേറ്റാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അജ്മീർ ഖാജ ഗരീബ് നവാസിൻ്റെ ചാരത്താണുള്ളത് കേട്ടോ. ഇത് ഗേറ്റാണ് ദർഗയിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. ഒരുപാട് പേര് ക്യൂ നിന്നിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അത്രയ്ക്കും തിരക്കാണ് കേട്ടോ. നമ്മൾ അജ്മീർ ഖാജ ഗരീബ് നവാസിൻ്റെ ചാരത്താണുള്ളത് കേട്ടോ. ഫ്രണ്ടിൽ കാണാം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ദർഗയുടെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പൂവൊക്കെ ആയിട്ട് ആൾക്കാർ ഇപ്പോൾ ദർഗയിലോട്ട് ക്യൂ നിൽക്കുകയാണ്. ദർഗയിലോട്ട് അകത്തോട്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ദർഗയുടെ ചാരത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരിപ്പോൾ പച്ചപ്പുതപ്പ് പിന്നെ മാല തുടങ്ങിയവയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതായത് ഖാജ ഷരീഫിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇസ്ലാം മാഷാഅല്ലാഹ് ഒളു എടുക്കാനുള്ള ഔളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഒളു എടുത്തുകൊണ്ട് हुआ है ये झालरा बोलते हैं ഇത് കുന്നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഇത് ചെറിയൊരു കുളമാണ്. ഇവിടത്തേക്കെല്ലാം വെള്ളം ഉപയോഗിക്കുന്ന ഇതൊന്നാണ് കേട്ടോ. ലോക്കെല്ലാം കെട്ടിയിട്ടുണ്ട്. വല്ല നേർച്ചയാക്കിയതാണ് കേട്ടോ ആൾക്കാരൊക്കെ. കുഞ്ഞു കുഞ്ഞും കബറുകളാണ് കേട്ടോ.
छोड़ो इंडिया में पूरा जाएगा रशीद आ जाएगी फिर ഇത് സിയാറത്ത് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഗേറ്റാണ് കേട്ടോ. जल्दी आओ पानी वालों को दीजिए, भजन पानी दिला दीजिए, गरीब नवाज में അജ്മീർ ഷെരീഫിൻ്റെ അകത്തോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ദർഗാ ഷെരീഫിൻ്റെ പുറത്ത് ഇതാ നൂലൊക്കെ കെട്ടിയിട്ടാണ്, നൂലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് അകത്തോട്ട് പോകട്ടെ. അകത്തോട്ട് വീഡിയോഗ്രാഫി അലൗഡല്ല. ഇൻഷാ അല്ലാഹ്. ഇവിടെ നേർച്ച ചോറ് വെക്കുന്ന ചട്ടിയാണ് കേട്ടോ. ആ ചട്ടി കാണിക്കാൻ അങ്ങോട്ട് പോവാണ്. ഇത് വിറകെടുപ്പാണ് കേട്ടോ. കണ്ടോ, വിറകൊക്കെ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നട കയറിയിട്ട് വേണം ഇതിന് മുകളിലെത്താൻ. വലിയ ചട്ടിയാണ് കേട്ടോ. ഇതിലേക്ക് ഇതാ അരി പിന്നെ പൈസ ഒക്കെ ആൾക്കാരിട്ടിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൈസയാണ് കേട്ടോ. മാഷാ അല്ലാഹ്. Yeah.